അനുശോചനം അറിയിക്കുന്നത്. അതിനുശേഷം ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുന്നതാണ്. ആരെങ്കിലും അപ്രകാരം അനുശോചനം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പക്ഷം ഇപ്പോൾ അവസരം ഉപയോഗിക്കാം. മാക്സിമം ചുരുങ്ങിയ വാക്കുകളിൽ പറയുവാനായിട്ട് ദീർഘിപ്പിക്കാതെ നമുക്ക് 11 മണിക്ക് തന്നെ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരും അനുശോചനം അറിയിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ സേവികാ സംഘം റെപ്രസെന്റേറ്റീവ് ശ്രീമതി സാരമ ജോസഫ് അനുശോചിക്കുന്നു. Representative Srimati Nidhi Das. ഞങ്ങൾക്ക് ചാമ്പയ്ക്കായിട്ടും മുരിങ്ങയ്ക്കായിട്ടും ഓരോന്നും ആദ്യം ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിടും. എല്ലാം നിങ്ങൾ നീ കൊണ്ട് പിള്ളേർക്കെല്ലാം കൊടുക്കണം. ഞങ്ങൾ ഇനി അതെല്ലാം ഞങ്ങളുടെ നല്ല ഓർമ്മയായി സൂക്ഷിച്ചു വെക്കാനാണ് നമുക്ക് ആഗ്രഹം. എല്ലാവർക്കും ഒരു നല്ല അമ്മയായി, എല്ലാവരെയും സ്നേഹത്തോടെ കരുതുന്ന ഒരു നല്ല അമ്മയായി ജീവിക്കാൻ ആദ്യത്തെ സാധിക്കും. മക്കളെയും കൊച്ചുമക്കളെയും ഒരുപോലെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ പള്ളിയിലുള്ള എല്ലാവരെയും അതുപോലെ തന്നെ സ്നേഹിക്കുവാൻ ആദ്യക്കൊണ്ട് സാധിക്കും. സേവികാ സംഘത്തിൻ്റെയും കിഴവക മിഷന്റെ പ്രസിഡന്റായി ഒക്കെ നല്ല മേഖലകളിൽ പ്രവർത്തിക്കുവാനും ആദ്യക്കൊണ്ട് സാധിക്കും. ആദ്യക്കാകാവുന്ന സമയം വരെ പള്ളിയിൽ വരികയും എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുവാനും ആദ്യം സാധിച്ചു. ഈ സെപ്റ്റംബർ 14-ാം തീയതി ആൻറ്റി കർത്തയുടെ കവറിടുവാനായിട്ട് വന്നപ്പോൾ ആൻറ്റി പള്ളിയിൽ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു തീർത്തു. ആൻറ്റി ഒരു കാര്യവും പിന്നോട്ട് വെക്കുന്ന കാര്യം കുടിശ്ശികയെല്ലാം തീർത്ത് സേവികാ സംഘത്തിന് ഉള്ള എല്ലാ കാര്യവും കൊടുത്തിട്ടാണ് ആൻറ്റി അന്ന് യാത്ര പോയത്. ആൻറ്റിയെ പറ്റി വീട്ടുകാർക്കുള്ളതുപോലെ തന്നെ ഒരു നഷ്ടം തന്നെയാണ് പള്ളി. എനിക്ക് പ്രത്യേകമായിട്ടുള്ള വിളിക്കടി നേരത്തെ ഇച്ചിരി നേരം കയറി ഇരുന്നിട്ട് അതിലേക്കൂടെ പോകുമ്പോൾ പോയാൽ പോലെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കരുത്. ഓടിച്ചെന്നിട്ട് എന്താ കാര്യം ഒന്നെല്ലാം പറഞ്ഞ ആൻറ്റി എപ്പോഴും പറയുമായിരുന്നു. ഇനി അതുവഴി പോകുമ്പോൾ ആൻറ്റി കൂട്ടുകാരുമായിട്ട് അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. എപ്പോഴും നല്ലൊരു സുഹൃത്തുക്കൾ ആൻറ്റിക്കുണ്ടായിരുന്നു. അത് ആൻറ്റിയുടെ പ്രവർത്തനം
എല്ലാവർക്കും ഉള്ളത്. ഒരു ദിവസം നമ്മളും ഈ ലോകത്തിൽ നിന്ന് വിട പറയും. നമ്മുടെ മരണം എപ്പോൾ വരുമെന്ന് അറിയുന്നതേ ഇല്ല. ഓരോ മരണം നമ്മളെ പ്രത്യാശയോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കും. പോയതായി